Hi guys. Hi guys എന്ന് വിളിച്ചത് ഫാൻ ഓഫ് ചെയ്യട്ടെ. അതേ കുറഞ്ഞു കഴിയുമ്പോൾ അത് കടക്കടക്കടക്കടാന്ന് സൗണ്ട് ഉണ്ടാവും. ഓഹോ വാവ് വാവ്, നമുക്ക് ബെഡ് സ്വിച്ച് ഇല്ല ഫാനിന്. അല്ല, അവിടെ തന്നെ ഓഫ് ചെയ്യണം. ഒറ്റ മിനിറ്റ്. അയ്യോ. അപ്പോൾ തുടങ്ങിയത് ഹായ് ഗൈസ്. ഗൈസ് എന്ന് വിളിച്ചത് ഈ യൂട്യൂബ് ചാനൽ ആകെ 5 സബ്സ്ക്രൈബേഴ്സ് ഉള്ളൂ. അത് രണ്ടും എൻ്റെ വേറെ 2 ഇമെയിൽ ഐ ഡിയാണ്. ബാക്കി 3 പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത എൻ്റെ 3 ഫ്രണ്ട്സാണ്. ഓക്കെ, ബോറടിച്ചിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന ആദ്യത്തെ വ്യക്തി ഞാനായിരിക്കും. ഹൗ ടു സ്റ്റാർട്ട് എ യൂട്യൂബ് ചാനലെന്ന് യൂട്യൂബിൽ പോലും സെർച്ച് ചെയ്യാതെ ഓപ്ഷൻ കണ്ടു ഷോർട്സ് ഇടാനുള്ള, അത് ഞെക്കി 5-6 ഷോർട്സ് ഇട്ടു. ഇപ്പോൾ അതേ വീഡിയോ എടുക്കുന്നു, ആദ്യമായിട്ട് ഇടുന്നു. ഇന്ന് നിങ്ങൾ ചോദിക്കും ഈ 5 പേർക്കുള്ളത് ഞാൻ വാട്സപ്പിൽ അയച്ചു കൊടുത്താൽ പോരെയെന്ന്. പക്ഷേ അങ്ങനെയല്ല ഗൈസ്, അവർ ഭയങ്കരമായിട്ട് എന്നെ പ്രോത്സാഹിപ്പിക്കുന്നു. ചാനലിൽ വീഡിയോ ഇടുക, ചാനൽ ഞങ്ങൾ 5 പേര് കണ്ടോളാം, 5 പേര് കണ്ടോളാം. 5 പേരിൽ 2 പേര് ഞാൻ തന്നെയാണ്. ബട്ട് സ്റ്റിൽ അപ്പം ഞാൻ വിചാരിച്ചിടാമെന്ന്. കാര്യം ഞാനും ഇവിടെ ബോറടിച്ച് ചത്തിരിക്കും. ബൈ ദ വേ, എൻ്റെ പേര് മൃദുല. ഞാൻ ജോലി ചെയ്യുക. ജോലി ചെയ്യുന്ന എവിടെയെന്നൊക്കെ പിന്നെ പറയാം. ഇപ്പം പറയട്ടെ, എന്താണെന്ന് വെച്ചാൽ ആകെ 5 പേരല്ലേ ഉള്ളൂ. അവർക്കെല്ലാവർക്കും അറിയാം ഞാൻ എവിടെയാണെന്നുള്ളത്. ഓക്കെ. അപ്പോൾ എന്തായിരുന്നു പറയുന്നത്? അപ്പോൾ അങ്ങനെയാണ് ഞാനിപ്പോൾ യൂട്യൂബ് ചാനലിൽ തുടങ്ങി. ബോറടിക്കുന്നുണ്ട്, എപ്പോഴും കാര്യം പറയണം എന്നുള്ളതുകൊണ്ട് ബോറടിച്ചിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങിയ ആദ്യത്തെ ആൾ ഞാനാണ്. അപ്പോൾ ഞാനിപ്പോൾ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വന്നതേ ഉള്ളൂ. എൻ്റെ ഷിഫ്റ്റ് മോർണിംഗ് ഷിഫ്റ്റും അല്ല നൈറ്റ് ഷിഫ്റ്റും അല്ലാത്ത ഒരുമാതിരി ഷിഫ്റ്റാണ്. അതായത് ഉച്ചയ്ക്ക് 1:30 തൊട്ട് രാത്രി 10:30 വരെയാണ് ഷിഫ്റ്റ്. അപ്പോൾ ഇപ്പോൾ സമയം 11:35 വന്നു, കുളിച്ചൊന്ന് ഫ്രഷായി. അപ്പോൾ ഇന്ന് വെള്ളിയാഴ്ചയാണ്. സാധാരണ ഓഫീസിൽ പോകുമ്പോൾ എനിക്ക് അത്ര വലിയ പ്ലാനിങ്ങോ എക്സൈറ്റ്മെൻറ്റോ ഒന്നും വരാറില്ല. കാര്യം ജോലി ചെയ്യാൻ എനിക്ക് അത്ര എക്സൈറ്റ്മെൻ്റ് ഒന്നും ഇല്ല. ജോലിയൊക്കെ പ്ലാൻ ചെയ്തായിരിക്കും ചെയ്യുന്നതെങ്കിലും അത്ര എക്സൈറ്റഡ് ആയിരിക്കത്തില്ല. പക്ഷേ ഫ്രൈഡേ ഞാൻ നല്ല എക്സൈറ്റഡാണ്. കാര്യം സാറ്റർഡേ സൺഡേ വരുന്നു, അതെനിക്ക് ഫുള്ളി യൂട്ടിലൈസ് ചെയ്യണം എന്നുള്ളതുകൊണ്ട്. അപ്പോൾ ഞാൻ ഒരു ദിവസം ഉണ്ടാക്കാത്ത പോലെ ടു ഡു ലിസ്റ്റ് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ തയ്യാറാക്കും നേരത്തെ, ഫ്രൈഡേ തന്നെ. ഫ്രൈഡേ തന്നെ ഞാൻ റെഡിയാക്കും. കാര്യം 2 കാര്യങ്ങൾ അങ്ങനെ ചെയ്യുന്നതിനുള്ളത്. ഞാൻ അത്ര ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ആളൊന്നുമല്ല. ഞാൻ അങ്ങനെ ചെയ്യുന്നത് 2 കാര്യങ്ങൾക്കാണ്. ഒന്ന്, സാറ്റർഡേ സൺഡേ എന്ന് പറഞ്ഞാൽ എനിക്കത് ഫുള്ളി യൂട്ടിലൈസ് ചെയ്യണം. എന്നുവെച്ചാൽ ചില കാര്യങ്ങൾ നമുക്ക് സാറ്റർഡേ സൺഡേ ഒരിക്കലും വിട്ടുകൂടാൻ പറ്റാത്ത ചില കാര്യങ്ങളുണ്ടല്ലോ. അതായത് തുണി കഴുകണം, റൂം വൃത്തിയാക്കണം. ഇതൊക്കെ എങ്ങനെ പോലും സാറ്റർഡേ സൺഡേ നമുക്ക് ചെയ്തേ പറ്റത്തുള്ളൂ. കൺഗ്രാജുലേഷൻസ് ഗ്രൂപ്പിൽ എന്തായാലും മെസ്സേജ് ആണ്. അപ്പോൾ ഞാൻ ലിസ്റ്റ് എഴുതി എല്ലാം സാറ്റർഡേ സൺഡേ ചെയ്യുന്ന എക്സൈറ്റഡോടെ കാര്യങ്ങൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒന്ന്, എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും എല്ലാം ചെയ്തു എന്നുള്ളത്. രണ്ടാമത്തെ കാര്യം, ഞാൻ തിങ്കളാഴ്ച ഓഫീസിൽ പോകുമ്പം എനിക്കൊരു മടുപ്പ് തോന്നത്തില്ല. ശനി ഞായറും വെറുതെ കളഞ്ഞു, അല്ലെങ്കിൽ അതും കൂടെ ചെയ്യാമായിരുന്നു, ഈ സീരീസും കൂടെ കാണാമായിരുന്നു, ആ സീരീസും കൂടെ കാണാമായിരുന്നു എന്ന് എനിക്ക് പശ്ചാത്താപത്തിന് വയ്യ. ഒന്നാമതേ മൺഡേ എന്ന് പറയുന്ന ദിവസം പന്ന ദിവസമാണ്. അതിൻ്റെ കൂടെ എനിക്ക് അവിടെ ചെന്നിരുന്ന് ശനിയും ഞായറും പെട്ടെന്ന് പോയി, ആ സിനിമ കണ്ടില്ല, ഈ സിനിമ കണ്ടില്ല, അത് ചെയ്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഉള്ള മൂഡ് ഔട്ട് എനിക്ക് സഹിക്കാൻ വയ്യ. അതുകൊണ്ടാണ് ഞാൻ പ്രധാനമായിട്ടും ശനിയും ഞായറും എന്തൊക്കെ ചെയ്യണമെന്ന് ഫുള്ളി എഴുതി വെച്ചിട്ട് ഞാൻ ചെയ്യുന്നത്. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇപ്പം ഞാൻ ഒരു പ്ലാനും ഇല്ലാതെ ആഹാരം കഴിച്ചു റിലാക്സ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഡെയിലി എങ്ങനെ പോലും ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ ചെയ്യത്തില്ല. തുണി കഴുകലും തൂത്തുവാരലും ഒക്കെ ഞായറാഴ്ച വൈകുന്നേരം എടിപിടിയിൽ ചെയ്യേണ്ടി വരും. പിന്നെ എനിക്ക് വിശ്രമിക്കാനുള്ള സമയം ഒട്ട് തികയോ അതുമില്ല. ഇത് രണ്ടും പറഞ്ഞിട്ട് തിങ്കളാഴ്ച എന്നിട്ടോ ഞായറാഴ്ച ഒന്ന് കിടന്നുറങ്ങാൻ പറ്റിയില്ല എന്ന് പറഞ്ഞിട്ട് ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ കാര്യങ്ങളെല്ലാം ഭയങ്കര എഴുതി വെച്ചിട്ട് ചെയ്യുന്നത്. വേറെ ഒരു ദിവസത്തേക്ക് ഞാൻ ചെയ്യും, ഓഫീസിലെ ജോലിയൊക്കെ അങ്ങനെ എഴുതി വെച്ചിട്ട് ഇത് ചെയ്യണം എന്നൊക്കെ വിചാരിക്കും. പക്ഷേ എക്സൈറ്റ്മെൻ്റ് ഇല്ല അത്രയും. പക്ഷേ ശനിയും ഞായറത്തേക്ക് എഴുതുന്നതിന് എനിക്ക് നല്ല എക്സൈറ്റ്മെൻറ്റാണ്. കാര്യം എനിക്ക് ആ ഒരു വിചാരമുണ്ട്, ആ 48 മണിക്കൂർ എനിക്ക് ഫുള്ളി എൻജോയ് ചെയ്യണം, എല്ലാ സിനിമയും കാണണം, കിടന്നുറങ്ങണം, ആ സിനിമ കാണണം, ഈ സിനിമ കാണണം, എൻജോയ് ചെയ്യണം, അങ്ങനെ. അതുകൊണ്ട് ഇന്ന് വെള്ളിയാഴ്ച രാത്രിയാണ്. അപ്പോൾ എനിക്ക് ഇന്ന് വെള്ളിയാഴ്ച രാത്രി തന്നെ എൻ്റെ വീക്കെൻഡ് തുടങ്ങും. ഒരു മിനിറ്റ്, ഒരു കോൾ വരുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞു തന്നത് വെള്ളിയാഴ്ച രാത്രി തന്നെ വീക്കെൻഡ് തുടങ്ങുമെന്നുള്ളത്. അതെ, അപ്പോൾ വെള്ളിയാഴ്ച രാത്രി എന്ന് പറഞ്ഞാൽ നമുക്ക് മുമ്പിൽ 2 അവധി ദിവസങ്ങളുണ്ട്, ശനിയും ഞായറും ഉണ്ട്. ശനിയാഴ്ച രാത്രി പക്ഷെ നമുക്ക് അങ്ങനെ ഫീൽ ചെയ്യത്തില്ലല്ലോ, നാളെ കഴിഞ്ഞാൽ ജോലിക്ക് പോകണം എന്നുള്ളൊരിതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് വെള്ളിയാഴ്ച രാത്രി ഞാൻ മാക്സിമം ലേറ്റായിട്ടായിരിക്കും ഉറങ്ങുന്നത്. കാര്യം രാത്രി തന്നെ തുടങ്ങണം. അപ്പം ഞാൻ എന്തോ ചെയ്യുന്നത് വെച്ചാൽ, ഈ നാളെ ചെയ്യാനുള്ള ഈ ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കുന്നതിന് മുമ്പേ
മസ്റ്റായിട്ടും ചെയ്തിരിക്കേണ്ട ആ 2 കാര്യങ്ങൾ, അത് വെള്ളിയാഴ്ച രാത്രിയിൽ, എത്ര രാത്രിയായാലും ഞാനത് ഇപ്പം തന്നെ ചെയ്യും. 1, തുണി കഴുകാനുള്ളതെല്ലാം വാരിപ്പെറുക്കിയിടും. 2, റൂം വൃത്തിയാക്കാനുള്ളത് വൃത്തിയാക്കും. ഇത് 2 കഴിഞ്ഞാൽ തന്നെ ബാക്കി പിറ്റേ ദിവസത്തെ ഫുൾ 2 ദിവസവും നമ്മുടെ കയ്യിൽ നമുക്ക് വിശ്രമിക്കാൻ വേണ്ടി കിട്ടും. ഓക്കെ, അപ്പോൾ ഇപ്പോൾ തുണി കഴുകാൻ കൊണ്ടിടും, അത് കഴിഞ്ഞിട്ട് റൂം വൃത്തിയാക്കും. അത് 2 കഴിഞ്ഞിട്ട് ഞാനിരുന്ന് ലിസ്റ്റ് എഴുതും എന്തൊക്കെ ചെയ്യണമെന്നുണ്ട്. മോസ്റ്റ്ലി ലിസ്റ്റിനകത്ത് കാണാറുള്ളത് എപ്പോഴും ഇതൊക്കെ തന്നെയാണ്. സിനിമ കാണണം, കുറച്ച് സീരീസ് കാണണം, പിന്നെ നാളെ എന്തെങ്കിലും പച്ചക്കറി സാധനങ്ങളെല്ലാം മേടിക്കാനുണ്ടെങ്കിൽ അത് പോയി മേടിച്ചുകൊണ്ട് വരണം, നാളെ എന്തോ ആഹാരം വെക്കണം എന്നുള്ളത് എഴുതി വെക്കും. പിന്നെന്തുവാ ആഹാരം വെക്കേണ്ട എന്തെന്ന് വെക്കും. നാളെ പിന്നെ ഒരു ഐറ്റവും കൂടെ ഉണ്ട്. നാളെ ഞാൻ സിനിമയ്ക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്, ആലപ്പുഴ ജിംഖാന കാണാൻ പോകുന്നുണ്ട്, അപ്പോൾ അതുണ്ട്. പിന്നെ എപ്പോൾ കിടന്ന് ഉറങ്ങുന്നതെന്ന് സത്യത്തിൽ പറഞ്ഞ പ്ലാനിനനുസരിച്ച് പോകത്തില്ല, പക്ഷേ ആഹാരം എല്ലാം ഉണ്ടായി കഴിഞ്ഞാൽ അത് കഴിച്ച് കഴിയുമ്പോൾ ഞാൻ ഉറങ്ങും സ്വാഭാവികമായിട്ടും. അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം പിന്നെന്തുവാ ഞായറാഴ്ചത്തേക്കുള്ളതും ഞാൻ എഴുതി വെക്കും. ശനിയാഴ്ച ഒരുവിധം നമ്മൾ സിനിമ എല്ലാം ഫുള്ളി കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു മനസ്സമാധാനം. എനിക്ക് ശനിയാഴ്ച അത്ര ഉറക്കം ഞാൻ പ്രാധാന്യം കൊടുക്കത്തില്ല ശനിയാഴ്ചത്തേക്ക്. കാര്യം ശനിയാഴ്ച എനിക്ക് ഫുള്ളി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഇഷ്ടം. വെള്ളിയാഴ്ച വൈകുന്നേരം ഞാൻ അങ്ങനെ കിടന്ന് രാത്രിയിൽ ഇച്ചിരി താമസിച്ച് കിടന്ന് ഉറങ്ങിയാൽ ആ കുഴപ്പമില്ലെന്ന് വിചാരിക്കും. അങ്ങനെ എന്നിട്ട് ശനിയാഴ്ച രാവിലെ ഞാൻ നേരത്തെ എഴുന്നേക്കും ചെയ്യും. കാര്യം ഈ സാധനങ്ങളൊക്കെ ചെയ്യേണ്ടതുണ്ട്. എന്ന് വെച്ചാൽ വെളുപ്പിനെ എഴുന്നേറ്റും ചെയ്യുമെന്നല്ല പറഞ്ഞത്, എന്നാലും ഉറക്കം സാക്രിഫൈസ് ചെയ്യും. കാര്യം ശനിയാഴ്ച എനിക്ക് ഉച്ചയ്ക്ക് കിടന്ന് ഉറങ്ങാനുള്ള ഓപ്ഷൻ എൻ്റെ കയ്യിലുണ്ട്. അതുകൊണ്ട് പിന്നെ ഞായറാഴ്ച ഞാൻ കിടന്ന് ഉറങ്ങുമായിരിക്കും. ഞായറാഴ്ച എനിക്ക് വലിയ പ്ലാനൊന്നും കാണത്തില്ല. അങ്ങനെ അപ്പോൾ ഇപ്പോൾ തുണി കഴുകാനിട്ടിട്ടും ഇവിടെ റൂമെല്ലാം ക്ലീൻ ചെയ്തിട്ടും വന്നിരുന്ന് ഞാൻ ലിസ്റ്റ് എഴുതും. ഓക്കെ ഗൈസ്, ഞാൻ പിന്നെയും വന്നു. തുണി കഴുകാനിട്ടു പറഞ്ഞ പോലെ റൂമെല്ലാം തൂത്തു തുടച്ചു, കണ്ണാടി പോലെയൊക്കെ. അവിടെ ഒരു കണ്ണാടി കിടക്കുന്നതുകൊണ്ടല്ല കണ്ണാടി എന്ന് പറഞ്ഞത്, പക്ഷേ തുടച്ചു. തുണി കഴുകാനിട്ടു. അതിന് ചിലപ്പോഴേ വിരിച്ചിടുന്നത് ചിലപ്പോൾ നാളെ കാണത്തുള്ളൂ, അല്ലെങ്കിൽ ഇന്ന് തന്നെ, ചിലപ്പം ഡിപ്പെൻസ്. അതൊരുവിധം ഉണക്കി കിട്ടും. പിന്നെ കളർ ഇളകുന്ന തുണിയൊന്നും ഇല്ലെന്ന് തോന്നുന്നു. അതുകൊണ്ട് പിന്നെ നാളെ രാവിലെ എടുക്കാൻ സാധ്യതയുള്ളൂ, വലിയ കുഴപ്പമൊന്നും. അല്ലേ ചിലപ്പോൾ രാത്രി തന്നെ അതെന്തോ ആയിക്കോട്ടെ. അതിട്ടു, തൂത്ത് തുടച്ചിട്ടു. ഓക്കെ, പിന്നെ നാളത്തേക്കുള്ള ലിസ്റ്റ് എഴുതി. ലിസ്റ്റ് എന്ന് വെച്ചാൽ നാളെ ബെഡ്ഷീറ്റ് ചേഞ്ച് ചെയ്യണം. രാവിലെ ഈ ബെഡ്ഷീറ്റ് ഒരാഴ്ച ബെഡ്ഷീറ്റിന് പില്ലോ കവറും അതൊന്ന് മാറ്റണം, അടുത്തത് വിരിക്കണം. ഇപ്പം ഞാൻ ഇതും കൂടെ കഴുകാനിടാഞ്ഞത് സ്ഥലമില്ല, ഒരാഴ്ചത്തെ തുണിയും പിന്നെ ഇതും കൂടെ സ്ഥലമില്ല. അതുകൊണ്ട് പിന്നെ ഷെൽഫ് ഒന്ന് ഓർഗനൈസ് ചെയ്യണം. പിന്നെ നേരെ കിച്ചണിലോട്ട് കയറുക, കിച്ചൺ ക്ലീൻ ചെയ്യണം, ഫുഡ് ഉണ്ടാക്കണം. ഫുഡ് ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ അമ്മയെ വിളിക്കണം. ഫുഡ് നാളത്തെ മെനു എന്താണെന്ന് വെച്ചാൽ ചോറും മോരുകറി അല്ലെങ്കിൽ ഡാൽ, ഇതിലേതിലുള്ള എണ്ണം വെക്കും. പിന്നെ അച്ചാർ ഇരിപ്പുണ്ട്, പിന്നെ കോവയ്ക്ക ഇരിപ്പുണ്ട്, അത് മെഴുക്കുവരട്ടി വെക്കും. അത് തന്നെ. ഓക്കെ, പിന്നെ യൂട്യൂബ് കാണണം, കുറച്ച് റീൽസ് കാണണം, കിടന്നുറങ്ങണം. പിന്നെ അഡോളസൻസ് എന്ന് പറയുന്ന സീരീസിൻ്റെ പോർഷൻ ഞാൻ ഇതുവരെ കണ്ടില്ല. 3ാമത്തെ സീസണിലെ ആ ഒരു ഇൻട്രോഗേഷൻ, അത് എത്ര നാൾ അവർ വലിച്ചു നീട്ടുമെന്ന് എനിക്കറിയത്തില്ല. ആ ഒരു സാധനം കൊണ്ട് ഞാൻ കുറച്ച് ബോറടിച്ചിരിക്കും. പക്ഷെ നാളെ അതെങ്ങനെ പോലും അത് കംപ്ലീറ്റ് ആക്കണം. പിന്നെ അത് കഴിഞ്ഞ് 4 മണിക്ക് 4:30 ഷോയാ. അപ്പോൾ ഒരു 3:30-4 മണിയാകുമ്പോഴത്തേന് ഇവിടുന്ന് ക്യാബ് ബുക്ക് ചെയ്ത് ആലപ്പുഴ ജിംഖാന കാണാൻ പോകണം. അത് കഴിഞ്ഞിട്ട് വന്നിട്ട് പിന്നെ ആഹാരം കഴിക്കണം, യൂട്യൂബ് കാണണം, ഫ്രണ്ട്സിനെയൊക്കെ വിളിക്കണം, പിന്നെ സീരീസ് കാണണം. രാത്രി മൊത്തം ഞാൻ സീരീസ്, യൂട്യൂബ്, സിനിമ, ഇതിലേതെങ്കിലും ആയിരിക്കും. ഇതാണ് എൻ്റെ വിനോദകരമായ ഇത്. പിന്നെ ഇപ്പോൾ ഫോൺ താഴെപ്പന്നെ. പിന്നെ ചിലപ്പോൾ പാട്ടൊക്കെ കേട്ടിങ്ങനെ ഇരിക്കും, അല്ലെ കിടന്നുറങ്ങും. അപ്പോൾ അതൊക്കെ ചെയ്യും. അപ്പോൾ ചെയ്യാനുള്ള കാര്യങ്ങൾ ഇതൊക്കെയാണ്. പിന്നെന്താ, നാളെ ഒരു കാര്യം കൂടെ ഉണ്ട്. അത് എഴുതാൻ സ്ഥലമില്ല, അതൊന്നും എന്നെ എഴുതിയില്ല. പക്ഷെ ഞാൻ എൻ്റെ മൊബൈലിൽ നോട്ടിൽ എഴുതി വെച്ചിട്ടുണ്ട്. ബാൽക്കണി ഒന്ന് വൃത്തിയാക്കണം. ബാൽക്കണി കുറച്ച് ചെടിയൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ഞാൻ നാട്ടിൽ പോയിട്ട് വന്നപ്പോൾ എല്ലാം കരിഞ്ഞു പോയി. അത് ആ ചെടിച്ചട്ടി അവിടെ ഇരിക്കുന്നതിനേക്കാൾ നാശം എന്തുവാണെന്ന് വെച്ചാൽ, ഞാനിവിടെ 1-2 ഇല്ലാതിരുന്നപ്പോഴത്തേന് ഇവിടെ ഭയങ്കര പ്രാവിൻ്റെ ശല്യം. അത് നാശിപ്പിച്ച് വെച്ചിട്ടുണ്ട് ആ ബാൽക്കണി. ഞാനിപ്പോൾ തേച്ച് കഴുകിയാൽ അത് നാളെ വന്ന് സാധിക്കും, അത് വേറെ കാര്യം. നാളെ ഞാൻ തേച്ച് കഴുകുന്ന സമയത്ത് തന്നെ സാധിക്കും. എന്നാലും ഒന്ന് കഴുകിയിടാമെന്ന് വിചാരിക്കുന്നു ബാൽക്കണി. പിന്നെ വേറെ ചെടി 2 മേടിച്ച് വെച്ചാലും കണ്ടു, പക്ഷെ വേണ്ട, ചെടി ഇപ്പം മേടിച്ചിട്ട് കാര്യമില്ല. ഈ വെയിലത്ത് വെച്ചാൽ വാടിപ്പോത്തേ ഉള്ളൂ, ചുമ്മാ കാശ് കളയാവുന്നുള്ളതുകൊണ്ട് അത് മേടിക്കണം. അപ്പോൾ ലിസ്റ്റിലില്ലാത്ത മൊബൈലിൽ നോട്ട് ചെയ്ത് വെച്ചേക്കുന്ന ആ ഒരു കാര്യം, ബാൽക്കണി ഒന്ന് സെറ്റാക്കണം, അതേ ഉള്ളൂ. പിന്നെ ഈ കിച്ചൺ ക്ലീനിങ് എന്ന് ഞാൻ എഴുതി വെച്ചേക്കുന്നത്, കിച്ചണും ഹാളും ഒക്കെ വൃത്തിയാക്കണം. ഇതൊരു 3 BHK ഫ്ലാറ്റ് എടുത്തതാണ്. അപ്പുറം ഇപ്പുറം വേറെ 2 പേരും 2 റൂമിൽ താമസിക്കുന്നുണ്ട്. പക്ഷെ അവർ വർക്ക് ഫ്രം ഹോം ആയിരിക്കും ചിലപ്പം, അല്ലെങ്കിൽ അവർ പുറത്തുനിന്ന് കഴിക്കും, അല്ലെങ്കിൽ അവർക്ക് ഇവിടെ വേറെ ഫ്രണ്ട്സൊക്കെ ഉണ്ട്, അവരുടെ വീട്ടിലൊക്കെ പോകും.
അതുകൊണ്ട് അവരങ്ങനെ കുക്ക് ചെയ്യാറില്ല കിച്ചൺ. ഞാൻ മാത്രമേ ഉള്ളൂ യൂസ് ചെയ്യുന്നത് മോസ്റ്റ്ലി. അപ്പോൾ അതുകൊണ്ടത് ഞാൻ വൃത്തിയാക്കി ഇടും. പിന്നെ ഹാള് വൃത്തിയാക്കേണ്ടത് ആക്ച്വലി എല്ലാവരുടെയും കടമയാണ്. പക്ഷെ അവരാരും അങ്ങനെ ഇൻട്രസ്റ്റ് എടുക്കാറില്ല. പിന്നെ എനിക്ക് തുമ്മലിൻ്റെ അസുഖം ഉള്ളതുകൊണ്ട് വല്ലപ്പോഴും എനിക്ക് സമയമുണ്ട്. ഒത്തിരി അങ്ങ് പൊടിയാണെന്ന് തോന്നുവാണെങ്കിൽ മാത്രം ആ കോമൺ ഏരിയ ഒന്ന് ഞാൻ തൂത്തിടും. തുടയ്ക്കാണെന്നൊന്ന് തൂത്തിടും. ഹാളിനകത്തങ്ങ് ഒരു വസ്തുവില്ല, വെറുതെ കിടക്കുക ഹാള്. സോഫയൊന്നുമില്ല. അത് ഞാൻ 3 പേരും ജോലി ചെയ്യുന്ന ആൾക്കാരാ, അതിൻ്റെ ഒന്നും ആവശ്യമില്ലാത്തതുകൊണ്ട് അതൊന്നും എടുത്തിട്ടില്ല. അങ്ങനെ. അപ്പോൾ അതാണ് നാളത്തെ പരിപാടി. നാളെ എനിക്ക് ആലപ്പുഴ ജിംഖാന കാണാൻ പോകുന്ന വഴിക്ക് ഒരിടത്ത് പോകണമെന്നുണ്ട്. എവിടെയാണെന്ന് വെച്ചാൽ ഇവിടെ ഒരു പെറ്റ് ഷോപ്പ് ഉണ്ട്. എനിക്ക് 2 മീനെ മേടിച്ച് റൂമിൽ വെച്ചാൽ കൊള്ളാവുന്നുണ്ട് പണ്ടത്തെ ഇതുപോലെ. പക്ഷേ പ്രശ്നം എന്താ വെച്ചാൽ ഒരു 2 വീലർ ഇല്ലാത്തതിൻ്റെ ഭയങ്കര ശല്യമാണ് ഇവിടെ. ഞാൻ എവിടോട്ട് പോവാണെങ്കിലും ക്യാബ് ബുക്ക് ചെയ്ത് പോകേണ്ടി വരും. അതൊരു ഭയങ്കര ശല്യമാണ്. അപ്പോൾ ഞാൻ തിയേറ്ററിലോട്ട് പോകുന്ന വഴിക്കാണ് ഈ പെറ്റ് ഷോപ്പ് ഉള്ളത്. തിരിച്ചു വരുമ്പോൾ അത് റോഡിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലാണ്. ഇവിടെ നിന്ന് വെച്ചാൽ ഒത്തിരി യൂട്ടേൺ എടുത്ത് വേണം അങ്ങോട്ട്. അതിന് ഞാൻ ഇരട്ടി പൈസ കൊടുക്കേണ്ടി വരും. അതുകൊണ്ടാണ് അത് ഞാൻ പിന്നെ വേണ്ടെന്ന് വെച്ചത്. പിന്നെ നാളെ ഇത്രയേ ഉള്ളൂ, എഴുതി വെച്ചേക്കുന്നിടത്തോളം ഇത്രയേ ഉള്ളൂ. പിന്നെ ചിലപ്പോൾ നാളെ എൻ്റെ 2 ഫ്രണ്ട്സ് വരാൻ സാധ്യതയുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ട് നാളെ വൈകുന്നേരം ഞാനിവിടെ കാണത്തില്ലെന്ന്. നാളെയോ മറ്റന്നാളോ വരാൻ സാധ്യതയുണ്ട്. അപ്പം ഞാനിവിടെ ഈ യൂട്യൂബ് കണ്ട് മിൽക്ക് പുഡിംഗ് എന്ന് പറയുന്നൊരു സാധനം ഞാൻ ഉണ്ടാക്കി. അവർ ഒന്നെങ്കിൽ മിൽക്ക് മെയ്ഡ് അല്ലെങ്കിൽ പഞ്ചസാര ഇതിലേതെങ്കിലും ഒന്നിട്ടാൽ മതി. എനിക്ക് മധുരം ഇഷ്ടമായതുകൊണ്ട് ഞാനിത് 2 ഇട്ടു. ബട്ട് സ്റ്റിൽ അതിന് മധുരക്കുറവാണ്. അതുകൊണ്ട് എനിക്ക് അത്ര പിടിച്ചില്ല. പക്ഷേ ഞാനിത് ഓഫീസിൽ കൊണ്ടുപോയപ്പോൾ അതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അപ്പോൾ അവൻ പറഞ്ഞു നാളെ ഞാനും എൻ്റെ ഫ്രണ്ടും കൂടെ അങ്ങോട്ട് വരാം, അപ്പം അത് ഞങ്ങൾ കഴിച്ചോളാമെന്ന് പറഞ്ഞു. അത് പക്ഷെ കുറച്ചേ ഇരിപ്പുള്ളൂ. അവർ 2 പേര് വരുവാണെങ്കിൽ 2 പേർക്കൂടെ തികയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ നോക്കിയിട്ട് ആ ഉണ്ടാക്കാനായിട്ട് ഞാൻ മേടിച്ച റോ മെറ്റീരിയൽസ് എല്ലാം ബാക്കി വിട്ടിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് വേറെ ഗുണമൊന്നുമില്ല. അപ്പോൾ നാളെ സമയം ഉണ്ടെങ്കിൽ അതും കൂടി ഇച്ചിരി ഉണ്ടാക്കി ഫ്രിഡ്ജ് വെക്കാമെന്ന് വിചാരിക്കുന്നു. അവർ ഇൻ കേസ് വന്നാൽ കൊടുക്കാമല്ലോ എന്ന് വെച്ചിട്ട്. ഞായറാഴ്ച പിന്നെ ഞാൻ വേറൊരു സാധനം ഉണ്ടാക്കാൻ ആലോചിക്കുന്നുണ്ട്. മാംഗോ സാഗോ. ഈ പൊരിഞ്ഞ വെയിലത്ത് അത് നല്ലതായിരിക്കും, കാണാനും രസമുണ്ട്. അത് അപ്പോൾ അതിന് സാബുദാന മേടിക്കണം. ഈ സാബുദാന ചൗവരി, അതിനാണ് സാബുദാന, അത് മേടിക്കണം. അപ്പം ഞായറാഴ്ച അതും പ്ലാനിലുണ്ട്. ശനിയാഴ്ചത്തേക്ക് ഇത്രയൊക്കെയുള്ളൂ പ്ലാന്. അപ്പോൾ ഇപ്പോൾ സമയം 12:26 ഇപ്പോൾ സമയം. ഇപ്പോൾ ഞാനിനി ബാക്കി സിനിമ കാണും, അല്ലെങ്കിൽ യൂട്യൂബ് ചാനൽ കാണും, ഇൻസ്റ്റാഗ്രാമിൽ റീല് കാണും, എന്തെങ്കിലും ഒരു സിനിമ നല്ലത് കാണും. പിന്നെ നാളെ ആഹാരം കഴിക്കുമ്പോൾ ഞാൻ പിന്നെ പഴയ സിനിമകളാണ് കേട്ടോ കാണുന്നത്. അതായത് ഇന്നലെ ഞാൻ ഓഫീസിലായിരുന്നു. ബട്ട് സ്റ്റിൽ ഓഫീസിൽ എല്ലാവരും IPL തുടങ്ങുമ്പോൾ അവർ IPL വെച്ച് കാണും. ഞാൻ IPL അത്ര ഇൻട്രസ്റ്റ് ഒന്നും ഉള്ള ആളല്ല. അപ്പോൾ അവരെല്ലാം IPL മൊബൈലിൽ വെച്ചിരുന്ന് കാണുന്ന സമയത്ത് ഞാൻ പഴയ സിനിമ കണ്ടുകൊണ്ടിരുന്നാൽ ഞാൻ ജോലി ചെയ്യുന്നത്. ഇന്നലെ ഞാൻ ഏതായിരുന്നു കണ്ടത്? അത്ഭുതദ്വീപ് ഇന്നലെ കണ്ടുകൊണ്ടിരുന്നാൽ ഞാൻ ജോലി ചെയ്ത് ഞാൻ ചിരിച്ചെൻ്റെ ഊപ്പാട് വന്നാൽ എത്ര നാൾ മുമ്പത്തെ സിനിമ. അതിൽ പല രംഗങ്ങളും ഞാൻ മറന്നേ പോയായിരുന്നു. നരഭോജി എന്ന് പറയുമ്പോൾ ആ പല്ലിങ്ങനെ ഇരിക്കുന്ന ആ വലിയ മനുഷ്യനെ മാത്രം ഓർമ്മ. പക്ഷെ വേറൊരാളും കൂടെ ഉണ്ടായിരുന്നു, അയാളൊക്കെ ഇന്നലെ കണ്ടപ്പോൾ ഓർത്ത്. അതുപോലെ ഇതിൻ്റെ ഒന്നും റിവ്യൂ ഇല്ലാത്തതുകൊണ്ടേ അതിലൊരു നരഭോജിയുടെ ചെവി കൂടി ഇങ്ങനെ കമ്പ് കെട്ടിയിട്ട് ഇതുവഴി ഇറക്കുന്ന ഒരു സീനുണ്ട്. അതിനകത്തിലൊക്കെ ആ സൗണ്ട് എഫക്റ്റ് ഒക്കെ നല്ല രസമുണ്ടേ. എന്നുവെച്ചാൽ ആ ഗുപ്പെന്നുള്ള ആ ഒരു ഫീലിംഗ് ഒക്കെ വരുന്നുണ്ട്. പിന്നെ അത്ഭുതദ്വീപ് കൊണ്ട് കുറേ ചിരിച്ചെന്ന് വെച്ചാൽ കുറേ ചിരിച്ചു. അതിനകത്തൊരു സ്വാമി ഇരുന്ന് ആ സീനൊക്കെ ഞാൻ സത്യം പറഞ്ഞാൽ മറന്നു. ഞാൻ ഒത്തിരി സിനിമകൾ കാണുന്ന ആളാണ്. പക്ഷെ ഈ സിനിമയുടെയൊക്കെ പ്രധാന ഭാഗങ്ങളൊക്കെ ഓർമ്മയുണ്ട്. ഈ ഭാഗമൊക്കെ ഞാൻ മറന്നു പോയായിരുന്നു. സ്നേഹം ഒരു മരീചിയാണ്. അപ്പൊ പക്രു ചോദിക്കും എന്ത് വന്നിരിക്കും, മറ്റേ കക്കക്കാന്ന് ചിരിക്കുന്ന ആള് പറയും, അയാൾ പറഞ്ഞു കേട്ടില്ലേ സ്നേഹം ഒരു മരച്ചീനിയാണ്. ഇപ്പൊ പറയാൻ എനിക്കും കോമഡി വരുന്നില്ല, നിങ്ങൾക്കും കോമഡി വരുന്നില്ല എനിക്കറിയാം. ബട്ട് സ്റ്റിൽ നിങ്ങൾ ആ പഴയ സിനിമകളൊക്കെ കാണാൻ ശ്രമിക്കുക. എനിക്കിഷ്ടമാണ്, ഞാനതൊക്കെ കാണും. പഴയ സിനിമകൾ ഇപ്പൊ ഇരുന്ന് കാണും കേട്ടോ. കഴിക്കുന്നത് TV ഇല്ലാത്തതുകൊണ്ടാണ്. പണ്ട് വീട്ടിലൊക്കെ ആണെങ്കിൽ TV-യിലൊക്കെ ഇത് പിന്നെ ഇടയ്ക്കൊക്കെ കണ്ട് നമുക്കൊരിതുണ്ട്. ഇപ്പം TV ഒന്നും കാണുന്നില്ല, മൊബൈലെല്ലാം ഉള്ളു, അതുകൊണ്ടായിരിക്കും അങ്ങനെ. അപ്പോൾ കാര്യം പറഞ്ഞുകൊണ്ടിരുന്ന എനിക്ക് ഉറക്കം വരും. അപ്പോൾ നാളെ കാണാം. അപ്പോൾ ഇതൊന്നും ഞാൻ ഇന്ന് രാത്രി അപ്ലോഡ് ചെയ്യത്തില്ല. കാര്യം എന്താ വെച്ചാൽ ഇപ്പം ഞാൻ അപ്ലോഡ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ എൻ്റെ നെറ്റ് സ്ലോ ആവും. എനിക്കിപ്പോൾ ഈ രാത്രി കാണാനുള്ള സിനിമയോ യൂട്യൂബോ ഒന്നും കാണാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ ചെയ്യത്തില്ല. നാളെ ഫുഡ് ഉണ്ടാക്കുന്ന സമയത്ത്, വീട്ടിൽ വിളിക്കുന്ന സമയത്ത് ഇത് അപ്ലോഡ് ചെയ്യാൻ ഇടും. അന്നേരമായിരിക്കും ഇത് വരുന്നത്. ഓക്കെ. പിന്നെന്തുവാ, എൻ്റെ വീട്ടിൽ
വീട്ടിൽ ഞാൻ പറഞ്ഞായിരുന്നു യൂട്യൂബ് ചാനലുണ്ട്, ചുമ്മാ വേണ്ട കാണിക്കുവാന്നൊക്കെ. പക്ഷെ ഇങ്ങനെയുള്ള വ്ളോഗൊന്നും ഇടുന്നില്ല. ചാനലിന് തുടങ്ങിയില്ല. അതിന് ആദ്യത്തെ വീഡിയോ തന്നെ ഡേ ഇൻ മൈ ലൈഫ് ആയിക്കോട്ടെ വിചാരിച്ചു. അങ്ങനെ പ്രോത്സാഹനം തന്ന ഈ 5 പേരിൽ ഒരുത്തിക്ക് ഞാൻ വെച്ചിട്ടുണ്ട് പ്രോത്സാഹന സിംഹത്തിൽ. അങ്ങനെ അപ്പോൾ ശരി, ബൈ, ഗുഡ് നൈറ്റ്, നാളെ കാണാം.